ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന്. ലൂക്കാസ് സുവിശേഷം 7-ാം അധ്യായത്തിലെ 13-ാമത്തെ വാക്യം. അവളെ കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു, കരയേണ്ട. കർത്താവ് എന്താ പറഞ്ഞത്? കരയേണ്ട. ഇതാ അത്രയ്ക്ക് അധികാരത്തോടെയാണ് കർത്താവ് വാക്ക് പറഞ്ഞത്. മറന്നു പോകരുത്. ലൂക്കാസ് സുവിശേഷം 7-ാം അധ്യായം 13-ാം വാക്യം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കരയേണ്ട എന്ന ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ, ദൈവമക്കളെ ആശ്വസിപ്പിക്കാനാണ് ഇന്ന് പ്രേരണ തരുന്നത്. ഗാനത്തിൻ്റെ വരികൾ ഓർക്കുകയാണ്. ഇനിയും നീ കരയല്ലേ, കണ്ണുനീർ ചിതറല്ലേ, ഇരു കൈകൾ നീട്ടി ഞാൻ വന്നിടുന്നു. കണ്ണീർ തുടയ്ക്കാം, മാറോടു ചേർത്തിടാം, ആരാരും നൽകാത്ത സ്നേഹം തരാം. ഇനിയും നീ കരയല്ലേ, കണ്ണുനീർ ചിതറല്ലേ, ഇരു കൈകൾ നീട്ടി ഞാൻ വന്നിടുന്നു. നായിനിലെ വിധവയുടെ ഏക മകനെ ഉയർപ്പിക്കുവാനായിട്ട് യേശു കടന്നു വന്നു. ഒരു വിധവയുടെ ഏക മകനായിരുന്നു. പട്ടണത്തിൽ നിന്ന് വലിയൊരു ജനക്കൂട്ടവും അവളോടൊപ്പം ഉണ്ടായിരുന്നു. അവളെ കണ്ട് മനസ്സലിഞ്ഞ് യേശു അവളെ കണ്ടു. ഇന്ന് ഈ വചനം നമ്മളോട് അറിയാം. എന്നെ, നിങ്ങളെ, നിങ്ങളുടെ സങ്കടങ്ങൾ, നമ്മുടെ അവസ്ഥകൾ ആരും കണ്ടില്ലെങ്കിലും യേശു കാണുന്നുണ്ട്. വലിയ ജനക്കൂട്ടം അവളോടൊപ്പം ഉണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് വേണ്ടി ആ വിധവയ്ക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ കഴിയുന്നതിലപ്പുറമായിരുന്നു അവളുടെ അവസ്ഥ. ഏക മകൻ മരിച്ചു കഴിഞ്ഞിരുന്നു. പക്ഷേ ആരും കാണാതിരുന്നപ്പോഴും എന്താണ് ചെയ്യേണ്ടത് എന്ന് യേശു കണ്ടു. അവളുടെ അവസ്ഥ യേശു കണ്ടു. 1, അവളെ കണ്ടു. 2, കർത്താവിന് മനസ്സ് അലിഞ്ഞു. ഇതാ കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ അവസ്ഥകളായിരിക്കുന്നത് പോലെ സമർപ്പിക്കുമ്പോൾ കർത്താവിന് എന്തുണ്ടാകും? അനുതാപമുള്ള, പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹമുള്ള, ദൈവാശ്രയമുള്ള ഒരു വ്യക്തിത്വമാണെങ്കിൽ കർത്താവിന് നമ്മളോട് മനസ്സലിവുണ്ടാകും. 3-ാമത്തെ കാര്യം, കർത്താവ് അവളോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? കരയേണ്ട. അതിലെല്ലാം പരിഹരിക്കപ്പെടുകയാണ്. കരഞ്ഞ് തകർന്ന ഒരു അവസ്ഥയാണോ, വ്യക്തിത്വമാണോ നമ്മുടേത്? ഇങ്ങനെ പറയാറുണ്ട്, ഒരു ചൊല്ലുണ്ട്, കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറഞ്ഞാൽ മിണ്ടാതിരുന്നിട്ട് അനങ്ങാതിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന്. കരയുന്ന കുഞ്ഞിനെ പാല് കിട്ടത്തുള്ളൂ എന്ന്. കുഞ്ഞിനെ കരയിക്കാൻ വേണ്ടിയല്ല പാലും വെച്ചുകൊണ്ട് അമ്മ ഇരിക്കുന്നത്. ഇതാ എൻ്റെ അമ്മച്ചി പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യം ഇതാ. അമ്മച്ചിയൊക്കെ മരിച്ചുപോയി. 63-ാമത്തെ വയസ്സിൽ ഇതാ വിളി കിട്ടി, അമ്മ പോയി. അപ്പോൾ അമ്മ പറയാറുള്ള കാര്യം ഇതാണ്, ആ ഒരു കുഞ്ഞ് കരയുന്ന അവസ്ഥകൾ, 1 വിശന്നാൽ കരയും, 2 മലമൂത്ര വിസർജനം ചെയ്ത് കഴിഞ്ഞാൽ, ചെറു പ്രായമെന്ന് പറഞ്ഞാൽ ഇതാ, കുഞ്ഞ് കരയും. അല്ലെങ്കിൽ എന്തെങ്കിലും പിടിക്കുക എന്തെങ്കിലും ചെയ്താലും കൊച്ചു കരയും. അപകടകരമായ സാഹചര്യങ്ങൾ വരുമ്പോൾ ഒരു കുഞ്ഞ് കരയും. പക്ഷേ ആ കുഞ്ഞിന് അറിയാം, ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടാൽ അമ്മക്കറിയാം എന്തിനാ കുഞ്ഞ് കരയുന്നത്. വിശന്നിട്ടാണോ, വയറൊക്കെ കാലിയായി, 1ഉം 2ഉം എല്ലാം കഴിഞ്ഞ്. അപ്പോൾ അങ്ങനെ ഒരു പാകതയും വരുന്നത് വരെ കരച്ചിലായി. പക്ഷേ പാകതയും വന്നിട്ടും ജീവിതകാലം മുഴുവൻ കരഞ്ഞ് കിട്ടിയതിലൊന്നും തൃപ്തിയില്ലാതെ കരച്ചിൽ മാത്രമായിട്ട് അവശേഷിക്കുന്ന ജീവിതമാണോ നമ്മുടേത്? യേശു പറഞ്ഞു കരയേണ്ട. ലൂക്കാസ് സുവിശേഷം 7-ാം അധ്യായം 13-ാം വാക്യമാണ്, കരയേണ്ട. അവൻ മുന്നോട്ട് വന്ന് ശവമഞ്ചത്തിന്മേൽ തൊട്ടു. അത് വഹിച്ചിരുന്നവർ നിന്നു. അപ്പോൾ അവൻ പറഞ്ഞു, യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക.
മരിച്ചവൻ ഉടനെ എഴുന്നേറ്റിരുന്നു. അവൻ സംസാരിക്കാൻ തുടങ്ങി. യേശു അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഇത്രയുള്ള കാര്യം. സത്യം ഇതാണ്, യുവാവ് മരിച്ചു കഴിഞ്ഞു. പക്ഷെ അതിനേക്കാൾ പരമമായ സത്യം യേശു മുന്നിൽ നിൽക്കുകയാണ്. ആ സത്യത്തിൽ എല്ലാ കെട്ടുകളും അഴിഞ്ഞ് ഇതാ ആ മരിച്ച യുവാവിൻ്റെ വിധവയുടെ ഏക മകൻ്റെ ശരീരം ജീവൻ പ്രാപിക്കുകയാണ്, അതിൽ ജീവൻ പ്രവേശിക്കുകയാണ്. കരച്ചിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു അനുഗ്രഹമാണ്. അതാണ് കരയുന്ന കൊച്ചിനെ പാലുള്ളെന്ന് നേരത്തെ പറഞ്ഞല്ലോ. കരയാത്തവരായിട്ട് ആരും ഉണ്ടാകത്തില്ല. ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും സൃഷ്ടിക്കുന്ന ആ മാനസികമായ സമ്മർദ്ദവും പ്രത്യാഘാതങ്ങളിൽ നിന്നെല്ലാം ശരീരത്തെ സംരക്ഷിക്കുന്നത് കരച്ചിൽ. നമ്മൾ കരഞ്ഞു പോയി കഴിയുമ്പോൾ പറയും എന്തൊരാശ്വാസം കിട്ടി. ചിരിക്കുന്നതിനേക്കാൾ കരയുമ്പോഴാണ് ഒരാശ്വാസം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്തൊരാശ്വാസം എന്ന് പറയും. ഒന്ന് കരഞ്ഞു പോകാത്തത് കൊണ്ടാണ് ആകെ വീർപ്പ് മുട്ടി. ഭർത്താവ് പറഞ്ഞു കരഞ്ഞോ നിന്നെ തീർത്ത് കളയും. ഇത് മുഴയായും കുരുവായും ചുളയായും ക്യാൻസറായും ഒക്കെ പുറത്തു വരും. ഞാൻ NLP ഒക്കെ ഇട്ട് പ്രാർത്ഥിക്കുന്ന അവസരങ്ങളിൽ പല സ്ഥലത്ത് പോയി പല ചികിത്സകൾ ചെയ്തു, പലയിടത്തും ഓടി നടന്നു, മാറാത്ത ചില കേസുകൾ, അല്ലെങ്കിൽ സർജറിയൊക്കെ ചെയ്തിട്ട് വീണ്ടും മാറുന്നില്ല, വീണ്ടും വരുന്നു. ഇങ്ങനെയുള്ള കേസുകളൊക്കെ NLP ഒക്കെ ഇട്ട് പ്രാർത്ഥിച്ച അവസരങ്ങളിൽ, യേശുവിൻ്റെ തിരക്തം കൊണ്ട് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിലൂടെ പ്രാർത്ഥിച്ച അവസരങ്ങളിൽ മുഴകൾ അപ്രത്യക്ഷമായി പോയ, അല്ലെങ്കിൽ വീണ്ടും ഓപ്പറേഷൻ വേണമെന്നിട്ട് പറഞ്ഞിരുന്ന ഓപ്പറേഷൻ മാറിപ്പോയ, ഡോക്ടർമാരത് വേണ്ടെന്ന് പറഞ്ഞ, അല്ലെങ്കിൽ വേദനയ്ക്ക് കാരണം എന്താണെന്ന് കണ്ടുപിടിക്കുന്നില്ല, സൈക്കോസോമാറ്റിക് ഡിസീസ്, വേദന മാറുന്നില്ല, രോഗം ഓടിക്കളിക്കുന്നു, ടെസ്റ്റ് ചെയ്തിട്ടൊന്നും കാണുന്നില്ല, ഇനി പോകാത്ത സ്ഥലമില്ല, മരുന്നില്ല, അങ്ങനെയുള്ള ചില കേസുകളൊക്കെ കരഞ്ഞ് കണ്ണീരൊഴുക്കി NLP ഒക്കെ ഇട്ട് യേശുവിൻ്റെ ക്രൂശ് രൂപത്തിന് സമർപ്പിച്ച് തിരക്തം കൊണ്ട് കഴുകി പ്രാർത്ഥിച്ചപ്പോൾ ഓൺ ദ സ്പോട്ട് ലൈവായിട്ട് അത്ഭുതം നടന്ന, രോഗശാന്തി കിട്ടിയ, സൗഖ്യം കിട്ടിയ, ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചപ്പോൾ പോലും കരച്ചിൽ മാറാതിരുന്ന കുഞ്ഞിൻ്റെ കരച്ചിൽ മാറിയ, ഇനി കൊണ്ടുപോകാത്ത ആശുപത്രികളൊന്നുമില്ല. അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ വലിഞ്ഞു വരണമെങ്കിൽ കിടന്നിരുന്ന അപ്പാപ്പന് വേണ്ടി പ്രാർത്ഥിച്ചത്, അമ്മാമ്മക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്, എല്ലാവരും അറിയിച്ചോളാൻ പറഞ്ഞത്, സ്പീക്കറിലിട്ട് വെക്ക് പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞ് സ്പീക്കറിലിട്ടിട്ട് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച അത്ഭുതം നടന്ന, അതാണ് യേശുനാമത്തിൻ്റെ ശക്തി. കണ്ണുനീരോടെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം നടക്കും. ഒരു കൊച്ചു കുഞ്ഞ് തൻ്റെ ആവശ്യങ്ങളും വേദനകളും ദേഷ്യവും എല്ലാം പ്രകടിപ്പിക്കുന്നത് കരച്ചിലൂടെയാണ്. കരച്ചിൽ ഒരു പ്രാർത്ഥനാ രീതി കൂടെയാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ ശിശുസഹജമായ ആ നിഷ്കളങ്കതയോടെ, ആശ്രയബോധത്തോടെ, നമ്മുടെ നിസ്സാരതയുടെയൊക്കെ ഏറ്റുപറച്ചിലിൻ്റെ ഒരടയാളം കൂടിയാണ് കരച്ചിൽ. യഥാർത്ഥമായ അനുതാപത്തിലേക്ക് കരച്ചിൽ നമ്മളെ നയിക്കുവാൻ ഇടയാകും. സങ്കീർത്തനം 6:6 പറയുന്നുണ്ട്, കരഞ്ഞ് കരഞ്ഞ് ഞാൻ തളർന്നു. ദാവീദ് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നത്, രാത്രി തോറും ഞാൻ കണ്ണീരൊഴുക്കി, എൻ്റെ തലയണ കുതിർന്നു, കണ്ണുനീര് കൊണ്ട് എൻ്റെ കിടക്ക നനഞ്ഞു, കണ്ണീര് കൊണ്ട് എൻ്റെ കിടക്ക നനഞ്ഞു. ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ഇടയിൽ ജീവിതകാലം മുഴുവൻ കരച്ചിലുമായിട്ട് കഴിയുന്ന അമ്മമാരോ വിധവകളോ മാതാപിതാക്കളോ മക്കളോ പങ്കാളിയോ ഒക്കെ കാണാം. നീതി നടത്തിക്കിട്ടാതെ വിഷമിക്കുന്നവർ, കാരണം കൂടാതെ കഷ്ടതയും പട്ടിണിയും ദാരിദ്ര്യം അനുഭവിക്കേണ്ടി മറ്റുള്ളവരുടെ കരുണയില്ലാത്ത പെരുമാറ്റങ്ങളും അനീതിയൊക്കെ മൂലം വിഷമിക്കുന്നവരുണ്ടാകാം. അപ്പോൾ ദാവീദ് സങ്കീർത്തകനും ഇതേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കണ്ണീര് കൊണ്ട് എൻ്റെ കിടക്ക നനഞ്ഞു. സങ്കീർത്തനം 6:6. വീണ്ടും സങ്കീർത്തനം 56:8 പറയുന്നുണ്ട്, എൻ്റെ അലച്ചിലുകൾ അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, അവ അങ്ങയുടെ ഗ്രന്ഥത്തിൽ ഉണ്ടല്ലോ, അവ അങ്ങയുടെ ഗ്രന്ഥത്തിൽ ഉണ്ടല്ലോ. ഏശയ്യാപ്രവചനത്തിലെ 30-ാം അധ്യായം 19-ാമത്തെ വാക്യം, ജെറുസലേമിൽ വസിക്കുന്ന സിയോൻ ജനമേ, ഇനിമേൽ നീ കരയുകയില്ല, നിന്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് കരുണ കാണിക്കും. കരഞ്ഞു പോയാൽ തന്നെ കുറേ ഭാരങ്ങൾ, ദുഃഖങ്ങൾ, രോഗങ്ങൾ, ഹോർമോൺ തകരാറുകൾ, ചൊറിച്ചിൽ, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ എല്ലാം നോർമലായി വരും. ഒത്തിരി അനുഭവമുണ്ട്, ഒത്തിരി. എന്തൊരാശ്വാസം എന്ന് പറയും. വന്ധ്യത വരെ മാറിപ്പോയ, ടെസ്റ്റ് ചെയ്തിട്ട് ഒന്നും കണ്ടുപിടിക്കുന്നില്ല, രണ്ടുപേർക്കും കുഴപ്പമില്ല, പക്ഷെ കുഞ്ഞുണ്ടാവുന്നില്ല. കണ്ണുനീരോടെ കർത്താവിനെ വിളിച്ച് നേരിട്ട് പോലും ഇന്ന് വരെ കണ്ടിട്ടില്ല.
ഫോണിലൂടെ ഞാൻ പറഞ്ഞു ഒന്നിടപെട്ട ദിവസം 5 തവണ വിളിക്കാൻ പറഞ്ഞു. നല്ല വിശ്വാസമുള്ള ദമ്പതികൾ ആരോ പറഞ്ഞു കൊടുത്തനുസരിച്ച് പ്രാർത്ഥിക്കാൻ വിളിച്ചതാണ്. നാട്ടിലില്ല, അതുകൊണ്ടാണ്, അല്ലാതെ വരാനുള്ള എളിമയില്ലാഞ്ഞിട്ടല്ല. പിന്നെ കൊച്ചുമായിട്ട് നാട്ടിൽ വന്നപ്പോൾ വന്നോന്ന് വിചാരിച്ചപ്പോൾ വേറെ ഒത്തിരി കാര്യങ്ങൾ ഓട്ടം കഴിഞ്ഞ് വിദേശത്തെത്തി കഴിഞ്ഞിട്ടാണ് വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ ഈ തവണ വരാൻ പറ്റിയില്ല. സാരമില്ല, നമ്മുടെ പണി നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മുടെ പണി. മധ്യസ്ഥ യാചിക്കുക എന്നുള്ള പണി അത് ചെയ്തു കഴിഞ്ഞല്ലോ. കർത്താവ് കുഞ്ഞിനെയും കൊടുത്തു. പറഞ്ഞത് ഇതാ, രണ്ടുപേരും കൂടെ കരഞ്ഞുകൊണ്ട് ഒരേ സ്വരത്തിൽ സ്പീക്കറിലിട്ടിട്ട് പറഞ്ഞ ഇതാ, ബ്രദറെ ലേറ്റ് മാരേജ് ആയിരുന്നു, അതും കഴിഞ്ഞ് വർഷം ഇത്ര കഴിഞ്ഞു, രണ്ടുപേരും വിദേശത്താണ്, ഒരുമിച്ച് ജോലി എടുക്കുന്നു, ഒരേ നല്ല സ്നേഹമാണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, രണ്ടുപേർക്കും ടെസ്റ്റ് ചെയ്തിട്ട് അവിടെ ഇവിടെയും കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. പക്ഷെ കുഞ്ഞുണ്ടാകുന്നില്ല. ഇനി എത്ര നാൾ ഇനി ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം. ഫോണിലൂടെയൊക്കെ പ്രാർത്ഥിച്ചു. അവർ കരഞ്ഞു വിതുമ്പിക്കൊണ്ടാണ് പ്രാർത്ഥനയിൽ പങ്കുചേർന്നത്. പറഞ്ഞു കൊടുത്ത വചനങ്ങൾ പ്രാർത്ഥിച്ചു. അവൾ ഗർഭം ധരിച്ചു, കുഞ്ഞിനെ പ്രസവിച്ചു. ഇന്ന് സന്തോഷത്തോടെ വിദേശത്ത് തന്നെ, നാട്ടിലൊക്കെ ലീവും കഴിഞ്ഞ് വന്നുപോയി ഒരു സന്തോഷത്തോടെ ജീവിക്കുന്നു. ഒരനുഭവം പങ്കുവെച്ചെന്ന് മാത്രം. ഇങ്ങനെ നിരവധി അവസ്ഥകൾ കണ്ണുനീർ മുത്തുകളാക്കി കർത്താവ് മാറ്റും. ഇനിമേൽ നീ കരയുകയില്ല, നിന്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് കരുണ കാണിക്കും. ഏശയ്യാ 30:19 അവിടുന്ന് അത് കേട്ട് നിനക്ക് ഉത്തരമരുളൂ. ഈ വചനം പിന്നെയും പറഞ്ഞു പ്രാർത്ഥിക്കുക. ഏശയ്യാ 30:19 പിന്നെയും പറഞ്ഞു പ്രാർത്ഥിക്കുക. അത്ഭുതം നടക്കും. അനുസരണക്കേടിൻ്റെ വഴിയെ പോയ ഒരു മകന് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്ന അധ്യാപികയായ അമ്മ കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടക്കുമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആത്മനാദം എന്ന് പറഞ്ഞൊരു പത്രം നേരത്തെ കോവിഡിന് മുമ്പ് ഇറക്കുമായിരുന്നു. ഒത്തിരി വർഷമായിട്ടുള്ള ഒരു ശുശ്രൂഷയായിരുന്നു. അപ്പോൾ ഒത്തിരി സാക്ഷ്യങ്ങളും ലേഖനങ്ങളും ഒക്കെ അതിലൂടെ പ്രസിദ്ധീകരിക്കും. ഒത്തിരി സാക്ഷ്യങ്ങൾ ഇന്നിപ്പോൾ നമ്മൾ യൂട്യൂബിലൂടെയൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അന്തക്കാലം. അപ്പോൾ ആ പത്രം വായിക്കാൻ കിട്ടിയിട്ട് ഇങ്ങനെ ഒരു ടീച്ചർ വന്നത് ഇതാണ്, മകനെക്കുറിച്ച് ആവലാതികളും മാത്രം. ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല. അടക്കയാണെങ്കിൽ മടിയിൽ വെക്കാം, അടക്കാമരമാണെങ്കിൽ പറ്റത്തില്ലല്ലോ, ഒടിഞ്ഞു പോകും വളച്ചാൽ. പക്ഷേ കണ്ണുനീരൊഴുക്കി വന്ന് വചനം കേട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. വചനം കേട്ട് പ്രാർത്ഥിച്ചു. വഴികളൊക്കെ തുറന്നു, കെട്ടൊക്കെ പൊട്ടി, മകന് മാനസാന്തരം ഉണ്ടായി, ഉത്തരവാദിത്വ ബോധം വന്നു. യെരമ്യാ പ്രവചനം 31:9 കണ്ണുനീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിക്കും. ഈ വചനം കൂടെ എഴുതി വെക്കണേ. യെരമ്യാ പ്രവചനം 31:9 കണ്ണീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കുന്ന ദൈവം. ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും. അവരുടെ വഴി സുഗമമായിരിക്കും. അവർക്ക് കാലിടറുകയില്ല. എന്തെന്നാൽ ഞാൻ ഇസ്രായേലിന് പിതാവാണ്, എഫ്രായിം എൻ്റെ ആദ്യജാതനും. പേര് ചൊല്ലി വിളിച്ച് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. കണ്ണീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ചാനയിക്കും. ഈ വചനം പിന്നെയും പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഇന്നോട്ട് തുടങ്ങും. കർത്താവ് എന്നെ അവരെ എന്നല്ല, എനിക്ക് വേണ്ടി നമ്മുടേതായിട്ട് എന്നെ ആശ്വസിപ്പിച്ച് ഞങ്ങളെ നയിക്കും, ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരും. കർത്താവെ, ഈ നിയോഗങ്ങൾ ഞങ്ങൾക്ക് നടത്തി കിട്ടും, ഞങ്ങളുടെ തടസ്സങ്ങൾ നീങ്ങും, ദൈവം വഴി തുറന്ന് തരും, ജീവിതത്തിൽ ഞങ്ങൾ വിജയിക്കും. പോസിറ്റീവായിട്ടുള്ള സ്ട്രോക്കുകൾ നിങ്ങളുടെ തലച്ചോറിലേക്ക് നിങ്ങൾ കൊടുക്കുക, പ്രാർത്ഥനയിൽ നിങ്ങൾ കൊടുക്കുക, വചനം വെച്ച് പ്രാർത്ഥിക്കുക. അത്ഭുതം നടന്നിരിക്കും. വീണ്ടും യെരമ്യാ പ്രവചനത്തിലെ 30-ാമത്തെ അധ്യായത്തിലെ 17-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും. കർത്താവ് അരുളി ചെയ്യുന്ന അവർ നിന്നെ ഭ്രഷ്ട എന്നും ആരും തിരിഞ്ഞു നോക്കാത്ത സിയോൻ എന്നും വിളിച്ചില്ലേ. അതുകൊണ്ട് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. യെരമ്യാ 30:17 കർത്താവ് ആരും ഇരട്ടപ്പേരുകളൊക്കെ പറഞ്ഞ് നിന്നെ അധിക്ഷേപിക്കുമ്പോഴും തിരിഞ്ഞു നോക്കാത്തപ്പോഴും അവൻ്റെ കഥ കഴിഞ്ഞ് അവരുടെ കാര്യം പോക്കായി എന്ന് പറയുമ്പോഴും ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും. വെച്ചടി കർത്താവ് ഉയർത്തും. അസൂയക്കാർ ഓട്ടം പിടിക്കും. വീണ്ടും യെരമ്യാ പ്രവചനം 31:16 പറയുന്നുണ്ട്, കർത്താവ് അരുളി ചെയ്യുന്നു, കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ, നിന്റെ യാതനകൾക്ക് പ്രതിഫലം നൽകും.
ഈ വചനം ഒന്ന് കുറിച്ചിട്ട് മനസ്സിൽ കിടക്കട്ടെ. ഇന്ന് തൊട്ട് ഈ വചനം 33 പ്രാവശ്യം ഈ പറഞ്ഞ വചനങ്ങൾ 21 ദിവസം പ്രാർത്ഥിക്ക്. ഏശയ്യാ പ്രവചനവും ജെറമ്യാ പ്രവചനം 31:9, 30:17, 31:16 എല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങ്. നമ്മുടെ ജീവിതം ഒരു അത്ഭുതമായി മാറും. അത്ഭുതങ്ങളുടെ മഹാത്ഭുതമായി മാറും. അതുകൊണ്ടാണ് ജെറമ്യാ 31:25 പറയുന്നത്, ക്ഷീണിതരെ ഞാൻ ശക്തിപ്പെടുത്തും, ദുഃഖിതരെ ഞാൻ ആശ്വസിപ്പിക്കും. ഈ വചനം പറഞ്ഞു, ക്ഷീണം മാറും, രോഗം മാറും. പാട്ടിൽ പാടൂലേ, രോഗം മാറും ക്ഷീണം മാറും ആരാധനയിങ്കൽ, മൺകുടമുടയും തീ കത്തിയിടും ആരാധനയിങ്കൽ, ബന്ധനമഴിയും കെട്ടുകൾ പൊട്ടും ആരാധനയിങ്കൽ. അപ്പോൾ ആരാധിച്ച് ബന്ധനം, കെട്ട്, രോഗം, ശാപം, പാപം, അശുദ്ധി എല്ലാം നിർവീര്യമായി പോകും. വചനത്തിൽ വിശ്വസിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വെളിപാട് 7:17 പറയുന്നു, എന്തെന്നാൽ സിംഹാസന മധ്യത്തിലിരിക്കുന്ന കുഞ്ഞാട് അവരെ മേയ്ക്കുകയും ജീവജലത്തിൻ്റെ ഉറവകളിലേക്ക് നയിക്കുകയും ചെയ്യും. ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ തുടച്ച് നീക്കും. വെളിപാട് 7:17. ഇതിനുള്ള വിശ്വാസം നമുക്കുണ്ടോ? വിശ്വാസം വർദ്ധിപ്പിക്കാൻ ഈശോയോട് പ്രാർത്ഥിക്ക്. ഇനി ആര് തരും? എങ്ങനെ തരും? എവിടെ നിന്ന് കിട്ടും? കടം മേടിച്ച് കൂട്ടല്ലേ, വട്ടിപ്പലിശക്ക് മേടിക്കല്ലേ, വീണ്ടും പടുകുഴിയിലേക്ക് പോകല്ലേ, വാഗ്ദാനങ്ങളെ ലംഘിച്ച് മറ്റുള്ളവരെ ചതിക്കല്ലേ, കൊടുക്കാമെന്ന് പറഞ്ഞ ഡേറ്റിലൊന്നും കൊടുക്കാൻ പറ്റാത്തതിനേക്കാൾ കൂടുതൽ വരവിലധികം മേടിച്ചു. എന്നിട്ട് കുറ്റം മുഴുവൻ ദൈവത്തിന്. 2 തരം കടം, ഗുഡ് ഡെപ്റ്റ്, ബാഡ് ഡെപ്റ്റ്. ഗുഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ വരുമാനമുണ്ടാകുന്നത്. അതായത് ഒരാൾ ഒരു കാറ് ഓടിച്ച്, ഒരു ഓട്ടോ ഓടിച്ച് ആ വണ്ടി എടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ടാക്സി എടുക്കുന്നതിന് വേണ്ടി, അതൊരു ഗുഡ് ഡെപ്റ്റ്. അതിലൂടെ അത് ഓടിയാൽ വരുമാനം, ലോൺ അടക്കും. അതേസമയം ഒരു കാറ് മേടിച്ച് അവിടെ വെറുതെ ഇട്ടു. അത്രയ്ക്കൊന്നും ആവശ്യമില്ല, വല്ലപ്പോഴും ഊബർ വിളിച്ചാലും പോകാം. അങ്ങനെയുള്ള ഓട്ടോ ഒന്നുമില്ല, ആരും ഓടിക്കാൻ അറിയുന്നവരും അവിടെ ഇല്ല. പിന്നെ ആവശ്യമുള്ളപ്പോൾ പുറത്തുനിന്ന് വിളിക്കണം. അത്രയ്ക്ക് വലിയ ഓട്ടവും പരിപാടിയും ഒന്നുമില്ല. ഒന്ന് കയ്യത്ത ദൂരത്ത് വിളിച്ചാൽ കിട്ടാൻ ഒരുപാട് വണ്ടികളും അടുത്തുള്ളവരും ഒക്കെ ഉണ്ട്. പക്ഷേ ലക്ഷങ്ങൾ കടം കയറി ഉള്ളതിൽ കവിഞ്ഞു മേടിച്ച്. ഞാനിവിടെ ഒരു ദമ്പതികൾ വന്നത് ഓർക്കുക, 85 ലക്ഷം കടം. ഓരോ വർഷം 1-2 വർഷം കൂടുമ്പോൾ കാറ് മാറ്റി വന്ന കടം. ഒരു പ്രാവശ്യം ഇട്ട ഉടുപ്പ് പിന്നെ ഇടത്തില്ല. അപ്പോൾ ഇത് ഞാനൊന്ന് ബേസിക്കായിട്ട് മനസ്സിലാക്കാൻ പറഞ്ഞ ഇതാ, ഗുഡ് ഡെപ്റ്റ്, ബാഡ് ഡെപ്റ്റ്. ഗുഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കട ഇടാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു വരുമാനം ഉണ്ടാകുന്ന തരത്തിൽ വന്ന കടം. അങ്ങനെ അത് അടച്ചു തീർക്കും. അതിനനുസരിച്ച് പ്രതികരിക്കണം, ബുദ്ധിമുട്ടണം, കഷ്ടപ്പെടണം. എന്നാൽ മറ്റേതോ ഡെഡ് മണി, 1-ാം നിലയുടെ മുകളിൽ 2-ാം നില കയറ്റി വെറുതെ അടച്ചു പൊട്ടിരിക്കുക. അടിച്ചു തുടക്കാൻ പോലും ആളില്ല, കൂലി കൊടുക്കാൻ പോലും നിവൃത്തിയില്ല. ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി? ആരൊക്കെയോടുള്ള പ്രതികാരം, പൊങ്ങച്ചം ആരൊക്കെയോ കാണിക്കാൻ. എന്നിട്ട് കരച്ചില്ല. അതുകൊണ്ട് ദൈവത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് നിൽക്കല്ലേ, മാനസാന്തരപ്പെട്. നമ്മൾ തന്നെ ഉണ്ടാക്കി വെക്കുന്ന സങ്കീർണമായ പ്രശ്നങ്ങളുടെ പുറത്ത് നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുക. വിട്ടുകൊടുക്ക്, മാറ്റം വരുത്തേണ്ടത് മാറ്റം വരുത്ത്. എളിമയുടെ തലത്തിലേക്ക് ഇറങ്ങി വാ. കർത്താവ് നമ്മുടെ കണ്ണുനീർ തുടക്കും, മാറ്റങ്ങൾ തരും, പരിശുദ്ധാത്മാവുകൊണ്ട് നിറക്കും. അപ്പോസ്തല പ്രവർത്തനം 20:19 കാണുന്നുണ്ട്, പൂർണ്ണ വിനയത്തോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ ഗൂഢാലോചനയിൽ എനിക്കുണ്ടായ പരീക്ഷണങ്ങളോടും കൂടെ ഞാൻ കർത്താവിന് ശുശ്രൂഷ ചെയ്തു. കണ്ണുനീരനുഭവത്തിലും ആരെയും ശപിച്ചില്ല, പരാഗിയില്ല, കുറ്റം പറഞ്ഞില്ല, എതിരിട്ടില്ല. ഇതാ ആ പരീക്ഷണങ്ങളോട് കൂടെ, എനിക്കുണ്ടായ പരീക്ഷണങ്ങളോട് കൂടെ ഞാൻ കർത്താവിന് ശുശ്രൂഷ ചെയ്തു. ശുശ്രൂഷയുടെ കരച്ചിൽ, എളിമയുടെ കരച്ചിൽ നമുക്കുണ്ടോ? യേശുവിൻ്റെ സഹനങ്ങളോട് ചേർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു മനോഭാവമുള്ള ക്രിസ്ത്യാനിയാണോ നീ? അതുകൊണ്ട് ഇനി കേട്ട വചനങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഹൃദയം തുറന്ന് സ്വീകരിക്കാം. ഇതാ ആനന്ദത്തിൻ്റെ ഒരു കണ്ണുനീരായി അത് മാറും. എന്നാൽ ഇന്ന് പല കരച്ചിലുകളും ആത്മീയ വളർച്ചയില്ലാത്ത, വ്യക്തിത്വ വികാസമില്ലാത്തതിൻ്റെ, പക്വതയില്ലാത്തതിൻ്റെ അടയാളമാണ്. വേണ്ടതിനും കരയും, വേണ്ടാത്തതിനും കരയും. അപ്പോൾ എളിമയുടെ തലത്തിലേക്ക്, നിരാശയുടെ തലത്തിൽ നിന്ന് മാറി എളിമയുടെ തലത്തിലേക്ക് ഇറങ്ങി വന്ന് ദൈവത്തിൽ ആശ്രയിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഏശയ്യാ 43:18 പറയുന്നുണ്ട്, കഴിഞ്ഞ കാര്യങ്ങൾ
പഴയ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണ്ട, പുതിയ കാര്യങ്ങൾ സംഭവിക്കും. ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടാൽ അതിൻ്റെ അമ്മക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. അതുകൊണ്ട് കരഞ്ഞ് കരഞ്ഞ് ജീവിതം അവസാനിപ്പിക്കാനല്ല. യേശു വിധവയായ നായിനിലെ വിധവയായ സ്ത്രീയോട് പറഞ്ഞു, കരയേണ്ട. ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയോടും, അപ്പനോട്, അമ്മയോട്, ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോട് കർത്താവ് പറയുന്നത്, കരയേണ്ട. അവസ്ഥയെ നീ അംഗീകരിക്ക്, ക്ഷമിക്ക്, വിട്ടുകൊടുക്ക്. ദൈവം അടുത്ത് നിൽപ്പുണ്ട്. വചനം സമീപത്ത് തന്നെ ഉണ്ട്. ഇടവക ദേവാലയത്തിലേക്ക് നീ കടന്നു വാ. വിശുദ്ധ കുർബാനയിൽ യേശുവുണ്ട്. നിന്റെ കുടുംബത്തിൽ പ്രതിഷ്ഠിച്ചു വെട്ടിച്ചിരുന്ന തിരുഹൃദയ ചിത്രത്തിലൂടെ ദൈവം നിന്നെ നോക്കും. ആ ക്രൂശിത രൂപത്തിലേക്ക് നീ നോക്കാറുണ്ടോ? മാതൃക കൊടുക്കാറുണ്ടോ? അതിനു പകരം തെറിയും തേപ്പും കലഹവും അക്രമവും അനീതിയും ജീവിതകാലം മുഴുവൻ ശപിച്ച് പ്രാഗി കണ്ണുനീരൊഴുക്കി അവസാനിപ്പിക്കുന്ന ഒരു അവസ്ഥയാണോ? എപ്പോഴും സങ്കടപ്പെട്ടും ദുഃഖിച്ചും ആവലാതിപ്പെട്ടും കഴിയുന്നവരുടെ വിശ്വാസം നിർജീവമായിരിക്കും. ജീവനില്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് അഴുകാനും പുഴുക്കാനും തുടങ്ങും. അപ്പോൾ ഈ മേഖലയിലെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ ചെയ്ത ദ്രോഹങ്ങൾ വിവരിച്ച് കരഞ്ഞുകൊണ്ടിരിക്കാതെ സഹതാപം പിടിച്ചു പറ്റാനും, മാതാപിതാക്കളിൽ നിന്നോ പങ്കാളിയിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ കാര്യങ്ങൾ നേടിയെടുക്കാനും, ഇതെല്ലാം നമ്മൾ ഈ കരച്ചിലുകളെല്ലാം ഇതെല്ലാം ഒഴിവാക്കേണ്ടത് നമ്മുടെ ആത്മീയമായ ഉയർച്ചയ്ക്ക് ആവശ്യമാണ്. സഹതാപം പിടിച്ചു പറ്റാൻ, അവർ ചെയ്ത ദ്രോഹങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ മരിച്ചവരെ ഓർത്ത്, നമ്മളെ ഓർക്കാത്തതിനെ ഓർത്ത്, എല്ലാ കുറ്റവും മാതാപിതാക്കൾ കാരണമാണെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ പങ്കാളി കാരണമാണെന്ന് പറഞ്ഞ്, എൻ്റെ ജീവിതം കളഞ്ഞെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നാൽ വല്ലതും കിട്ടുമോ? പഴയതിലേക്ക് പോകാതെ, നഷ്ടങ്ങളിലേക്ക് നോക്കാതെ, ക്രൂശിതനിലേക്ക് നോക്കി ഉദാനത്തിൻ്റെ മഹത്വം കൊണ്ട് നമുക്ക് നിറയാം. കർത്താവ് നമ്മുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര്, ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. വെളിപാട് 7:17. കർത്താവേ, ഈ വചനത്തിൽ ഞാൻ ഇന്ന് വിശ്വസിക്കുന്ന ഈശോട് പറയുക, ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്ക്, പങ്കാളിക്ക് 2-ാം സ്ഥാനം കൊടുക്ക്, 3-ാം സ്ഥാനം മക്കൾക്ക് കൊടുക്ക്, അടുത്ത സ്ഥാനവും മാതാപിതാക്കൾക്കും അമ്മായിപ്പനും അമ്മായിമ്മക്കൊക്കെ ഉള്ളൂ. പലയിടത്തും തകിടം പറഞ്ഞാൽ, ചിലയിടത്ത് വിസ, ചിലയിടത്ത് കാറ്, ചിലയിടത്ത് പണം, ചിലയിടത്ത് പൊങ്ങച്ചം, ചിലപ്പോൾ പഠിപ്പ്. 1-ാം സ്ഥാനം ഇതിനൊക്കെയാണ്. ദൈവത്തിന് കൊടുക്കാനും കുടുംബ പ്രാർത്ഥനയ്ക്കും കൂദാശ സ്വീകരണത്തിനും ഒന്നും സമയമില്ല. എവിടെയെല്ലാം ഈ ഡിസ്ലൊക്കേഷൻ വന്നോ അപ്പം തുടങ്ങിയതാ പ്രശ്നം. അന്ന് തുടങ്ങിയതാ പ്രശ്നം. അതുകൊണ്ട് തിരിച്ച് നടക്ക്, ദൈവത്തിലേക്ക് മടങ്ങി വാ. അലൈൻമെൻ്റൊക്കെ ഒന്ന് മാറ്റം വരട്ടെ. ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്ക്. പ്രാകുന്ന സ്വഭാവം, പരാതി പറഞ്ഞ് ഓർത്ത് ദുഃഖിക്കുന്ന സ്വഭാവം എല്ലാം, സഹതാപം പിടിച്ചു പറ്റാനുള്ള ശ്രമങ്ങൾ, അള്ളിപ്പിടിക്കുന്ന സ്വഭാവം, വിദ്രോഹ സ്വഭാവം എല്ലാം മാറ്റം വരുത്താം. അതിനുവേണ്ട കൃപ പരിശുദ്ധാത്മാവ് എല്ലാവർക്കും തരട്ടെ. കർത്താവ് നിങ്ങളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു മാറ്റട്ടെ. പരിശുദ്ധ അമ്മേ മാതാവേ, വിശ്വ പിതാവേ, തിരുക്കുടുംബ പാലകനെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. വിശുദ്ധ ഡോൺ ബോസ്കോയുടെ വാക്കുകൾ, നിങ്ങൾ ചെയ്യാനുള്ളത് മുഴുവൻ ചെയ്യുക, ബാക്കിയുള്ളത് ഈശോയും മാതാവും നിങ്ങൾക്ക് വേണ്ടി, ഈശോയും മാതാവും ഔസേപ്പിതാവും നിങ്ങൾക്ക് ചെയ്തു തരും ഉറപ്പാണ്. 555 ദിവസം യമനിൽ ബന്ദിയായി കിടന്ന ഫാദർ ടോം മുഴുന്നാൻ, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഡോൺ ബോസ്കോ സലേഷൻ ചാപ്പലിൽ ഒരു ദിവസം പുസ്തകമൊക്കെ വായിച്ചിരുന്നു, ഈ അച്ഛൻ്റെ കാര്യവും കഥയൊക്കെ പത്രത്തിലൊക്കെ വായിച്ചു. പക്ഷെ ഒരു ദിവസം കുർബാനയ്ക്ക് വന്നപ്പോൾ അച്ഛൻ ഈ ബന്ദികളിൽ നിന്ന് മോചനം കിട്ടി. അതിന് ശേഷം ഈ ഡോൺ ബോസ്കോ ആലയത്തിൽ വന്നപ്പോൾ അച്ഛൻ ബലിയർപ്പിക്കുന്ന ആ ബലിയിൽ പങ്കെടുക്കാൻ എനിക്കൊരു ഭാഗ്യം ലഭിച്ചു. ഒത്തിരി മോട്ടിവേറ്റഡ് ആയിരുന്നു. അച്ഛൻ്റെ ഭയങ്കര വാക്ചാതുര്യമോ വൈഭവമോ ഒന്നുമല്ല, പക്ഷേ ജീവിതാനുഭവങ്ങളിൽ ചാലിച്ച് ദൈവം ഇപ്രകാരം തൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു. വിപരീത കൂടെ ഉണ്ടായിരുന്നവരെയൊക്കെ ബന്ദികൾ വെടിവെച്ച് കൊന്നിട്ട് ബന്ദിയാക്കി കൊണ്ടുപോയെങ്കിലും ക്രൂശിതനായ യേശുവിൽ ആശ്രയിച്ച് അനേകർ കണ്ണുനീരൊഴുക്കി ഈ വൈദികൻ്റെ മോചനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കൊന്നുകളയാതെ നിരുപാധികം ഈ വൈദികനെ വിട്ടയച്ചു. തൻ്റെ സഹോദര വൈദികരോടുകൂടെയും അദ്ദേഹം ബലിയർപ്പിക്കുക മാത്രമല്ല, മാർപ്പാപ്പയുടെ അടുത്തും
ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അടുത്തും പ്രസിഡൻറ്റിൻ്റെ അടുത്തും കേരള മുഖ്യമന്ത്രിയുടെ അടുത്തും പ്രതിപക്ഷ കക്ഷികളോടും എല്ലാം കൂടെ വിരുന്നുകൾ ഒക്കെ ആസ്വദിക്കാൻ ദൈവം കൃപ കൊടുത്തു. അതുകൊണ്ട് നമ്മുടെ കണ്ണുനീരുകളെ ശത്രുവിൻ്റെ നടുക്കാണെങ്കിലും വിരോധികളുടെ കൂടെയാണെങ്കിലും ആനന്ദ കണ്ണുനീരാക്കി മാറ്റാൻ ദൈവത്തിന് ഇപ്പോഴും സാധിക്കും. ഫാദർ ടോം ഉഴുന്നാലിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ്. ശത്രുക്കളുടെ മുമ്പിൽ നിന്നപ്പോഴും ഇതാ വെടിയുതിർക്കപ്പെട്ട് കൊല്ലപ്പെടാൻ ഏത് സമയവും സാധ്യതയുള്ളപ്പോൾ പോലും, തൻ്റെ സഹപ്രവർത്തകർ വധിക്കപ്പെട്ടത് കൺമുമ്പിൽ കണ്ടപ്പോൾ പോലും ദൈവം അദ്ദേഹത്തിൻ്റെ ആയുസ് നീട്ടിക്കൊടുത്തു. ശത്രുക്കൾ കരുണ കാണിച്ച് അദ്ദേഹത്തെ വിട്ടയച്ചു. ഈ സംഭവം ഇതിലൊന്ന് കൂട്ടിച്ചേർത്തെന്ന് മാത്രം. അതുകൊണ്ട് അപായ തുല്യമായ അവസ്ഥകളിലൂടെ, ആത്മഹത്യപരമായ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോഴും ഓർക്കുക, ഒരു നിമിഷം ദൈവത്തിന് വിട്ടുകൊടുക്ക്. കമിഴ്ന്ന് കടന്ന് കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങുക. മനസ്സിലെ ഭാരങ്ങൾ ഇറങ്ങിപ്പോകും. ദുഃഖം പങ്കുവച്ചാൽ ഇല്ലാതാകും. സങ്കടം പങ്കുവച്ചാൽ, സന്തോഷം പങ്കുവച്ചാൽ ഇരട്ടിയാകും. ഏറ്റവും ആത്മാർത്ഥതയുള്ള ആരെങ്കിലോടും. നമുക്ക് ചുറ്റും കൗൺസിലിങ്ങും ധ്യാനങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ആയിട്ട് ഒത്തിരി ശുശ്രൂഷകളൊക്കെ ഉണ്ട്. കടന്നു വാ, തുറന്നു കൊടുക്കുക, മാറ്റങ്ങൾ വരുത്ത്. ദൈവജനത്തോടു കൂടെ ദൈവത്തെ ആരാധിക്ക്. കുമ്പസാരക്കൂട്ടിലേക്ക് ഓട്. ഇറക്കേണ്ട ഭാരങ്ങളൊക്കെ ഇറക്ക്. വിശുദ്ധിയിലേക്ക് കടന്നു വാ. വിശുദ്ധ കുർബാന സ്വീകരിക്ക്. അങ്ങനെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്.